ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി 2-ലെ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു. അപ്പോൾ അതിൽ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടും വിജയനഗര എംപയറിനെ കുറിച്ചിട്ടും ബമാനി കിങ്ഡത്തെ കുറിച്ചിട്ടൊക്കെയാണ് പഠിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ അവസാനം വരെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇൽത്തുമിഷിനെ കുറിച്ചിട്ടായിരുന്നു. സോ ഇൽത്തുമിഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ അടിമയായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്തായി മാറി, അവിടുത്തെ മരുമകനായിട്ട് മാറുകയും പിന്നീട് ഖുത്ബുദ്ദീൻ്റെ മരണസമയത്ത് അദ്ദേഹം ബദൗണിലെ ഗവർണറായിരുന്നു. പിന്നെ ഒരുപാട് കുബാച്ചീനെയും അതുപോലെ യൽദൂസിനെയും ഒക്കെ തന്നെ അദ്ദേഹം 1216-17 കാലഘട്ടങ്ങളിലൊക്കെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ടോട്ടലായിട്ടൊരു ഏകീകരണം എന്നതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. മംഗോളിയൻ അധിനിവേശത്തെയൊക്കെ തന്നെ അദ്ദേഹം ആ ഒരു ഭീഷണി ഉണ്ടായിരുന്നിട്ട് കൂടി ഭട്ടിൻ്റെയും കുഹാവും സർസൂദി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇൽത്തുമിഷ് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ റിഫോംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആൻഡ് ഗവേണൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചിട്ടും ഭരണത്തെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇൽത്തുമിഷ് എസ്റ്റാബ്ലിഷ് എ ബാലൻസ് ബിറ്റ്വീൻ ഇസ്ലാമിക് ലോ, അതായത് ഈ ശരീഅത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇസ്ലാമിക നിയമത്തെക്കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇസ്ലാമിക നിയമവും അതുപോലെ ഭരണകൂടത്തിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുകയാണ്, പ്രയോഗിക്കുക ചെയ്യുന്നത് ഇൽത്തുമിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാഷ്ട്രതന്ത്രത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഭരണത്തിലൊക്കെ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഇൽത്തുമിഷ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ ഹിന്ദുക്കളെ നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യണമെന്ന ചില ഉലാമകളുടെയൊക്കെ തന്നെ ഉപദേശത്തെ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. അതായത് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. 1229 അബ്ബാസിയ ഖലീഫയിൽ നിന്ന് ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹം ദില്ലി സുൽത്താനായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം, ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് മാറുകയാണ്. അപ്പോൾ 1229 ദില്ലി സുൽത്താനായിട്ട് ആര് വരുന്നത്, നമ്മുടെ ഇൽത്തുമിഷ് വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ റിഫോം എന്ന് പറയുന്നത് രാജവാഴ്ചയും അതുപോലെ തന്നെ അവിടുത്തെ സർക്കാരെ കുറിച്ചിട്ടും പ്രഭുക്കന്മാരെ കുറിച്ചിട്ടുമാണ്. ഒരു രാജവാഴ്ചയുടെ രൂപത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതായത് ഒരു മെയിനായിട്ടുള്ള ഒരാളുണ്ടാവും, അതിൻ്റെ താഴേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തുർക്കാനി ചാഹൽഗനി എന്ന് പറയുന്ന, അതായത് ചാലിസ എന്ന് പറയുന്ന പോലെ 40 എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രഭുക്കന്മാരുടെ ഒരു വർഗ്ഗം, അതായത് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ എന്ത് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ എന്ത് കാര്യമാവട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ചെയ്യണം, ഒരു വർഗത്തെ സൃഷ്ടിക്കെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 40 മെമ്പേഴ്സാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചരത്നങ്ങൾ, നവരത്നങ്ങൾ, ഇപ്പോൾ ഓരോരുത്തരുടെ സദസ്സിലെ നവരത്നങ്ങളെ കുറിച്ചിട്ടും നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപോലത്തെ പ്രഭുക്കന്മാരെയാണ്, അതായത് നല്ല പ്രഭുക്കന്മാരെയാണ്, ഒരു വർഗ്ഗമാണ് എന്ത് ചെയ്യുന്നത് 40, അതായത് ചാലിസ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ തുർക്കാനി ചാഹൽഗാനി എന്ന് പറയുന്ന പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം എന്ത് ചെയ്യണം, സൃഷ്ടിച്ചെടുക്കുകയാണ്. ഒരു അടിമകൾക്കുള്ളിലുള്ളൊരു ഗ്രൂപ്പാണ് കേട്ടോ. ഓരോരുത്തരും എന്ത് ചെയ്യുന്നത് ഈ 40 ഗുലാമുകളുടെ ഒരു വിഭാഗത്തെയാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇഖ്താരി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ തുർക്കിയിൽ ഉദ്യോഗസ്ഥരുണ്ടാവില്ലേ, ഇപ്പോൾ ഇവരുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ടാവും. ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ ശമ്പളം എന്ന് പറയുന്നത് പണമായിട്ട് നൽകുന്നതിന് പകരം അവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഇഖ്താസ് എന്നാണ് പറയുക. അതായത് പണത്തിന് പകരം ഒരു ഭൂമിയാണ് അവിടെ പതിച്ചു നൽകുന്നത്. ഇതിനെയാണ് ഇഖ്താരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു റിഫോമായിരുന്നു. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മോണിറ്ററി റിഫോംസിനെ കുറിച്ചിട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ, പുതിയ നാണയങ്ങൾ അവതരിപ്പിക്കുക, സിൽവർ ടാങ്ക്, ചെമ്പ്, ജിത്തൽ എന്ന് തുടങ്ങിയിട്ടുള്ള 2 എണ്ണമാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടാങ്കയും ജിത്തൽ എന്ന് പറയുന്ന 2 എണ്ണമാണ് എന്ത് ചെയ്തത്, അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നാണയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സുൽത്താനേറ്റിനെ ശക്തിപ്പെടുത്തുന്നതിനാണ്. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇക്കണോമിക് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയിലേക്കാണ് മാറുന്നത്. അതായത് ഒരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു നാണയം കൊടുത്ത് അത് വാങ്ങുക. അതായത് ഒരു പണത്തിൻ്റെ മൂല്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ പണം എങ്ങനെയാണോ കൈമാറ്റം ചെയ്യുന്നത് അതുപോലെ ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ശക്തമായിട്ടുള്ളൊരു സുൽത്താനേറ്റിനെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമ്പ്രദായത്തിന്, അതായത് ഈ നാണയത്തിൻ്റെയൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഇൽത്തുമിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ആർക്കിടെക്ചറൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ 6th വൺ എന്ന് പറയുന്നത് സെസഷൻ പ്ലാനിംഗ് ആണ്. അതായത് സാധാരണ നമ്മുടെ ആൺമക്കളെയാണ് എന്ത് ചെയ്യുക, പിൻഗാമികളായിട്ടൊക്കെ തന്നെ പ്രഖ്യാപിക്കുക. അതായത് സാധാരണ എന്താ ചെയ്യുക, ആരാണോ ആൺമകൻ അല്ലെങ്കിൽ
അത് ആർക്കാണോ അത് ഇപ്പോൾ 2 മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മൂത്തവനോ അങ്ങനെയുള്ള ഏത് രീതിയിൽ അവർ തെളിയിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഹിസ്റ്ററി സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആരാണോ അതൊക്കെ തെളിയിക്കുന്നത്, ഇപ്പോൾ ബാഹുബലിയുടെ ഒക്കെ കേസിൽ ആരാണോ അത് തെളിയിച്ചു വരുന്ന അവർക്ക് രാജാവുള്ള അധികാരം കൊടുക്കുന്നു. പക്ഷേ ഈ ആൺമക്കളെ പിൻഗാമികളാക്കിയിട്ട് വരുന്നതിൽ നിന്നും വിരുദ്ധമായിട്ട് ഇൽത്തുമിഷ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളായിട്ടുള്ള റസിയേനെ എന്ത് ചെയ്ത് പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചു. അപ്പോൾ അവിടെ ആ സാമ്പ്രദായികമായിട്ട് നിലനിന്നിരുന്ന ഒരു രീതിയെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, തച്ചുടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിഫോംസ് അണ്ടർ ബാൽബനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബാൽബൻ ആരാന്ന് പറയണം അല്ലേ. 1232 ഇൽത്തുമിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അടിമയായിരുന്നു നമ്മുടെ ബാൽബൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഒരു വാട്ടർ ക്യാരിയറൊക്കെ ആയിട്ടാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അടിമയായിട്ട്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു, 40 നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ചാലീസ് എന്നുള്ള പരത്തിൽ, അപ്പോൾ ആ 40 ഒരു അംഗമായിട്ട് തീരുകയാണ് ബാൽബൻ എന്ന് പറയുന്നത്. അങ്ങനെ റസിയ നമ്മൾ മുമ്പ് പറഞ്ഞു പിൻഗാമിയായിട്ട് മകളായിട്ടുള്ള റസിയനെയാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അങ്ങനെ റസിയാൻ സുൽത്താനയുടെ കീഴിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു പ്രഭുവായിട്ട് മാറുന്നത്. അതായത് ഒരു ഹണ്ടിൻ്റെ പ്രഭു എന്നുള്ള രീതിയിൽ അമീർ വൺ ഷിക്കാർ എന്നുള്ള രീതിയിൽ അദ്ദേഹം നമ്മുടെ ബാൽബൻ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കണം. അതായത് ഒരു വാട്ടർ ക്യാരിയറായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആളെന്ത് ചെയ്തു, ഒരു അമീർ വൺ ഷിക്കാർ എന്നുള്ള രീതിയിൽ ഒരു പ്രഭുവായിട്ട് മാറി. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സുൽത്താൻ്റെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. സുൽത്താൻ നിസറുദ്ദീൻ്റെ ഭരണകാലത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, നായിബ് ജെ മംലക് എന്ന് പറയുന്ന രീതിയിൽ ഒരു സ്ഥാനത്തേക്ക് ആവുകയും ഈ മംഗോളിയൻ ആക്രമണങ്ങളെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉലുഗ് ഖാൻ എന്ന് പറയുന്ന ഒരു ശക്തനായിട്ടുള്ള പ്രഭു എന്നുള്ള രീതിയിലാണ് ബാൽബൻ അന്ന് എന്ത് ചെയ്യുന്നത്, ഒരു പദവി നേടിയിട്ടുണ്ടായിരുന്നത്. 20 വർഷം അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ബാൽബൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് വന്നിട്ടുള്ള എല്ലാവരെയും പരാജയപ്പെടുത്തുകയും പലതരത്തിലുള്ള പ്രദേശങ്ങൾ കൊള്ളയടിക്കുകയും ഈ മംഗോളിയൻ ആക്രമണങ്ങളെയൊക്കെ തന്നെ ചെറുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ സുൽത്താനായിട്ടുള്ള ശേഷം അദ്ദേഹം കുറച്ചുകൂടി പീസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ തുർക്കി പ്രഭുക്കന്മാരെയൊക്കെ കീഴ്പ്പെടുത്തുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും പിന്നെയും കുറച്ചുകൂടി പീസായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഈ ചഹൽഗാനി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ 40 എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം നിർത്തലാക്കുകയും പവർ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പിലേക്കാണ് അദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുകയും ഈ 40 എന്ന് പറയുന്നത്, അതായത് 40 എന്ന് പറയുന്ന രീതിയിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊരു പവർ കൊടുക്കുന്ന രീതി എല്ലാം അവസാനിപ്പിച്ചിട്ട് മൊത്തം മോണോപ്പൊളി എന്ന് പറയുന്നത് ആർക്ക് കൊടുത്തു, മെയിൻ ആയിട്ടുള്ള ആരാണോ, ഇപ്പോൾ ബാൽബൻ ആണെന്നുണ്ടെങ്കിൽ ബാൽബനാണ് ആ മെയിൻ പവർ എന്ന് പറയുന്നത് കൊടുത്തു. പിന്നെ പേർഷ്യൻ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ തന്നെ എന്ത് ചെയ്യും, അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കൊട്ടാരം എപ്പോഴും ഒരു മാതൃകയായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു ദൈവിക അവകാശത്തിലാണ്, അതായത് രാജാക്കന്മാർ ദൈവന്മാരുടെ ദൂതന്മാരാണെന്നോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണെന്നൊക്കെ പറയുന്ന ഒരു ദൈവദത്തമായിട്ടുള്ള അധികാരം എന്നൊരു സംഭവമുണ്ട്. അതേപോലെ എന്ത് ചെയ്യണം, പേർഷ്യൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ അദ്ദേഹം എന്താണ് മാതൃകയാക്കിയിട്ട് വയ്ക്കുകയാണ്. അങ്ങനെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജസദസ്സിലെത്തുന്ന സന്ദർശകരൊക്കെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും പാദങ്ങളിലൊക്കെ ചുംബിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ തരത്തിലുള്ള, അതായത് ഒരു ദൈവത്തിന് തുല്യം, നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ വളരെയധികം ഈ സാഷ്ടാംഗം പ്രണമിക്കുക, അതായത് ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സാഷ്ടാംഗം പ്രണമിച്ച് അങ്ങോട്ട് കിടക്കുക. അതേപോലെ നമ്മളൊരു ഭരണാധികാരിനെ കാണുന്നത് പറഞ്ഞിട്ട് അതേപോലെ പ്രണമിക്കുകയും ഒരാളുടെ കാലിൽ നമ്മൾ ചുംബിക്കുകയും ചെയ്യുന്നത് അത് അത്രയും പ്യുവറായിട്ട് കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭരണാധികാരിയായിരുന്നു, അതായത് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ അധികാരം, ആ പവർ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നീതി എന്ന് പറയുന്നതിന് വളരെയധികം ഊന്നൽ നൽകുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. ശത്രുക്കളോടൊക്കെ വളരെയധികം ക്രൂരമായിട്ടുള്ള രീതിയിലാണ് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്ത്രീകളോടും കുട്ടികളോടൊക്കെ തന്നെ കുറച്ച് ദയയൊക്കെ കാണിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ ബാൽബൻ എന്ന് പറയുന്നത്. പിന്നെ കർഷകരെയൊക്കെ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു സ്കീം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ നികുതി ചുമത്തുന്നതൊക്കെ കുറച്ചൊരു ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കർഷകർക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഉലമമാർ എന്ന് പറയുന്നത് നമ്മുടെ മതപണ്ഡിതന്മാരാണ്, അതായത് പ്രഭുക്കന്മാർ, അവരെയൊക്കെയാണ് മതപണ്ഡിതന്മാരെന്ന് പറയാം. അപ്പോൾ ഇവരെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കർശനമായിട്ട് നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അതായത് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്സിനകത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഇവരെ ഇടപെടാൻ വേണ്ടി പാടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ
ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മതപണ്ഡിതന്മാരെയും ഈ പ്രഭുക്കന്മാരെയും ഒക്കെ തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് വളരെ കർശനമായിട്ട് നിയന്ത്രിക്കുകയും ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നത് രാഷ്ട്രീയത്തിലേക്ക് അവർക്ക് ഇടപെടാതിരിക്കുകയും ചെയ്യുക, അതായത് ഒരിക്കലും പൊളിറ്റിക്സിലേക്ക് മതത്തെ ഇടപെടുത്താൻ പാടില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബാൽബൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദിവാൻ ഇ ഔസ് എന്ന് പറയുന്ന തരത്തിലൊരു സൈനിക കാര്യവകുപ്പ് എന്ന് പറയുന്നത് ബാൽബൻ സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മംഗോളിയൻ ആക്രമണം എന്ന് പറയുന്നത് എല്ലാ ടൈമിലും, അതായത് ആരുടെ കാലം എടുത്തു കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഇങ്ങനെ അധിനിവേശം എന്ന് പറയുന്നത്, ഇവരെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് മംഗോളിയൻ ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എല്ലാത്തിനെയും അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു കോട്ടകളൊക്കെ കെട്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ പറയില്ലേ ഓരോ കോട്ടകൾ തകർത്ത് വരുന്നു എന്ന് പറയുന്ന പോലെ ഓരോ കോട്ട കെട്ടിയിട്ട് തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ആര് ചെയ്തിട്ടുണ്ട്, ബാൽബൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 1285 മംഗോളിയൻ അധിനിവേശത്തിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടിയിട്ട് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ 1287 ബാൽബൻ എന്ന് പറയുന്ന ആൾ മരണപ്പെടുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ കുറച്ചും കൂടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാൽബൻ്റെ മരണശേഷം എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ശക്തമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു അധികാരി ഇല്ലാതാവുകയാണ്. ഒരു അധികാരി ഇല്ലാതാവുന്നിടത്തോളം എന്താണ് ഇഷ്യൂ ഉണ്ടാവുക, അധികാരി ഇല്ലാതാവുമ്പോൾ ചുറ്റും വേറെ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് അവർക്ക് നമ്മുടെ രാജ്യം കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബാൽബൻ്റെ മരണശേഷം തുർക്കിയിൽ ഒരുപാട് പ്രഭുക്കന്മാരും അതുപോലെ ഗിൽജികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗിൽജികളൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ഇത്തരത്തിൽ ഈ ഒരു രാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു, അതിൽ വിജയിച്ചത് നമ്മുടെ ഗിൽജിയാണ്. അതായത് ജലാലുദ്ദീൻ ഗിൽജി എന്ന് പറയുന്ന ഒരാൾ അധികാരത്തിലേക്ക് വരികയാണ്. 1287 അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷമാണ് ഗിൽജിയിലേക്കുള്ളൊരു അധികാരം, ഗിൽജിയിലേക്ക് പവർ എന്ന് പറയുന്ന ഒരു കാര്യം എത്തിച്ചേർന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു 14 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ബാൽബനെ കുറിച്ചിട്ട്. ഇനി ബാൽബനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇനി അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് റിഫോംസ് ഉണ്ട്. അതായത് റിഫോംസ് പറയുമ്പോഴാണ് ചെറിയ കാര്യങ്ങൾ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ ബാൽബൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ നല്ലൊരു ഭരണാധികാരി കൂടി ആയിരുന്നു. സോ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ്. അതായത് സുൽത്താനേറ്റിൻ്റെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത്, അതായത് സുൽത്താനേറ്റിൻ്റെ അധികാരം എന്ന് വളരെ പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. അധികാരം എന്ന് പറയുന്നത് വളരെയധികം അവർ ശക്തിപ്പെടുത്തുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റിഫോം ആയിരുന്നു അത്. അതുപോലെ വിശ്വസ്തത എന്ന് പറയുന്നതും സ്ഥിരത എന്ന് പറയുന്നതും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഭുക്കന്മാർക്കും സൈന്യത്തിലും ഇടയിലൊക്കെ തന്നെ വളരെ കർശനമായിട്ടുള്ള രീതിയിലുള്ള അച്ചടക്കമാണ് അവിടെ. അതായത് അച്ചടക്കം എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിലാക്കുകയാണ്. അപ്പം വിശ്വസ്തത എന്ന് പറയുന്നത് കൂടുതലും സ്ഥിരത എന്ന് പറയുന്നത് കൂടുതലുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മുടെ രാജ്യത്തിനൊരു ഇഷ്യൂ ഉണ്ടാവണ്ട എന്ന് പറഞ്ഞിട്ട് സൈന്യത്തിൻ്റെ ഇടയിലും പ്രഭുക്കന്മാർക്കിടയിലും പോലും അച്ചടക്കം, ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പൈ സിസ്റ്റമാണ്. ഈ ചാര സംവിധാനം എന്ന് പറയും. അതായത് നമ്മുടെ രാജ്യത്തെ ആരെങ്കിലും ഒറ്റുകൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററിയുടെ ഉള്ളിൽ തന്നെ ചാരപ്രവർത്തനങ്ങൾ, അതായത് മറ്റ് രാജ്യത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ചാരപ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കണം. അതായത് ഇത്തരത്തിലുള്ളൊരു സ്പൈ സിസ്റ്റത്തോട് കൂടിയിട്ട്, അതായത് ഈ പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ തന്നെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സ്പൈ സിസ്റ്റം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് നമ്മുടെ ബാൽബനാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മുടെ സുൽത്താനേറ്റിനെതിരെ എന്തെങ്കിലും കലാപം നടത്താനും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് അവർ ഡിസ്കസ് ചെയ്യാനും, അങ്ങനെ ഇവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ചാരന്മാർ, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മുടെ ഇടയിൽ കുറച്ച് സ്പൈസിനെ വെക്കും. അതായത് ഇവിടെ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും അലമ്പ് നടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈകളെ വെക്കും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ, അതായത് നീ ടീച്ചറുടെ സ്പൈ അല്ലേ, സത്യം പറ നീ ടീച്ചറുടെ സ്പൈ അല്ലേ, അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടീച്ചർ അറിയുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അതേപോലെ തന്നെയാണ് ഒരു സ്പൈ സിസ്റ്റം എന്ന് പറയുന്നത് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി ഭയങ്കര സീരിയസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് മിലിറ്ററിയിൽ ഉണ്ടാകുന്ന കുറച്ച് റിഫോംസിനെ കുറിച്ചിട്ടാണ്. അപ്പം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററി പവർ എന്ന് പറയുന്നത് അത്രയധികം ഹൈയിൽ നിൽക്കുന്ന സമയത്താണ്. സോ
നമ്മുടെ ഈ ഒരു സുൽത്താനേറ്റിൻ്റെ സൈനിക സംഘടന എന്ന് പറയുന്നത് വളരെയധികം മെച്ചപ്പെടുത്താണ്. അതായത് ഡിഫൻസ് എന്ന് പറയുന്നത് ഹൈ ഇതിൽ തന്നെ നിൽക്കണമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം തൻ്റെ ഒരു രാജ്യം ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ തിരിച്ചടിച്ചുകൊണ്ട് അവരുടെ രാജ്യത്തെ കൂടി കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ളൊരു സൈനിക ശക്തി വേണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര്, ബാൽബൻ എന്ന് പറയുന്നത്. അപ്പോൾ മംഗോളിയനായിട്ടുള്ള ആക്രമണങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിർത്തികളിൽ, ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലും പാകിസ്ഥാനിലും അതിർത്തികളാണ് ഏറ്റവും കൂടുതൽ ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അവിടെ നിന്നാണ് ഒരുപാട് തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറ്റവും ഇവിടെ വന്നിട്ട് വെടിവെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ അതിർത്തികൾ എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാൽബനും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു. അതിർത്തി എന്ന് പറയുന്നത് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തി. അതായത് ആ ഒരു പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിർത്തി കുറച്ചുകൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫോർത്ത് വൺ പറയുന്നത് ജുഡീഷ്യൽ ആൻഡ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാകുന്ന കുറച്ച് പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു അദ്ദേഹം കുറച്ചുകൂടി പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അഴിമതി തടയുക, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ കടുത്ത നിയമങ്ങളായിരിക്കും, കടുത്ത തരത്തിലുള്ള ശിക്ഷകളും അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി കാര്യക്ഷമത, ഉത്തരവാദിത്വം, ഇതൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കൊണ്ടുവരുവാണ്. ഒരു ഭരണത്തിൽ കുറച്ചുകൂടി നല്ല ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാൽബന് സാധിച്ചിട്ടുണ്ട്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് പേർഷ്യൻ കൾച്ചറാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു പേർഷ്യൻ സംസ്കാരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു മോഡലായിട്ട് തിരഞ്ഞെടുക്കുകയും കൊട്ടാരത്തിലൊക്കെ അത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേർഷ്യൻ്റെ സംസ്കാരത്തെയും അതുപോലെ ഒരു മൊത്തത്തിലുള്ളൊരു പെരുമാറ്റത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു കൾച്ചറായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, പേർഷ്യൻ കൾച്ചർ കൊണ്ടുവരണമെന്നും അതുപോലെ ഈ സുൽത്താനേറ്റിൻ്റെയും ഇതിൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സങ്കീർണമായിട്ടുള്ള രീതിയിൽ ഒരെണ്ണം കൊണ്ടുവരണം എന്നൊക്കെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്, അതായത് ഒരു പേർഷ്യൻ സംസ്കാരം അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് സ്റ്റെബിലിറ്റിയാണ്, ഒരു സ്ഥിരത നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാത്തിനെയും നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ഥിരത എന്ന് പറയുന്നത്, അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു രാജ്യം ഇങ്ങനെ പോകണമെന്നും സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ശ്രദ്ധിക്കണമെന്നൊക്കെ തന്നെ അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഐക്യം എന്ന് പറയുന്നത്, എപ്പോഴും സുൽത്താനേറ്റിൻ്റെ ഒരു ഐക്യം എന്ന് പറയുന്നത് ശക്തമായിരിക്കണമെന്നും എപ്പോഴും നമ്മൾ എല്ലാത്തിൻ്റെ കലാപങ്ങളെയും, അതായത് സുൽത്താനേറ്റിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ രാജാവിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ എന്ത് വരികയാണെന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും എന്താ നമ്മൾ ഇരുമ്പ് കൈ കൊണ്ട്, ഇപ്പോൾ ഇരുമ്പ് കൈ കൊണ്ട് ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ തീർന്ന്, നമ്മൾ സാധാ കൈ കൊണ്ട് അടിക്കുന്ന പോലെയാണ് ഒരു ഇരുമ്പ് കൈ കൊണ്ട് അല്ലല്ലോ. അപ്പോൾ ഇരുമ്പ് കൈ കൊണ്ട് അടിക്കുന്നത് പോലെ എല്ലാത്തിനെയും അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പവർഫുള്ളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിലൂടെ ഇൽത്തുമിഷും ബാൽബനും ഒക്കെ തന്നെ ദില്ലി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സുൽത്താനേറ്റിൻ്റെ അടിത്തറ തന്നെ പാകിയിട്ടിരിക്കും. അതായത് കൃത്യമായിട്ടുള്ളൊരു, നമ്മളൊരു വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ബേസ് എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ 2 or 3 നിലയൊക്കെ പണിയുക. അതേപോലെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു അടിത്തറ, ഒരു ഫൗണ്ടേഷൻ പണിതിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബാൽബനും അതുപോലെ ഇൽത്തുമിഷും ഒക്കെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു ഫൗണ്ടേഷൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സുൽത്താനേറ്റ് കെട്ടിപ്പണിതുയർന്നു വരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ബാൽബനും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ റിഫോംസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡൽഹി സുൽത്താനേറ്റ് അണ്ടർ ഗൽജീസിൻ്റെ ഇടയിലാണ്. അപ്പോൾ തുഗ്ലക്കൊക്കെ വന്ന സമയമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞു മരണശേഷം, അതായത് നമ്മുടെ ബാൽബൻ്റെ മരണശേഷമാണ് ഇവർ തമ്മിൽ ഫൈറ്റൊക്കെ നടന്നു. ബാൽബനല്ല മറ്റവർ തമ്മിൽ ഫൈറ്റൊക്കെ നടന്ന സമയത്ത് എന്ത് ചെയ്തു, ഗിൽജികളാണ് പിന്നെ എന്ത് ചെയ്തത്, ഭരണത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അഫ്ഗാനിസ്ഥാനിലെ ഖലാജിൽ നിന്ന് ഖലാജിൽ നിന്നുമാണ് ഖൽജികൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ തുർക്കി വംശജരായിരുന്നു. അപ്പോൾ ഇത് മറക്കരുത്, അഫ്ഗാനിസ്ഥാനിലെ ഖലാജിൽ നിന്നാണ് നമ്മുടെ ഖൽജികൾ വരുന്നത്. അപ്പം ഗൽജികൾ അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. തുർക്കി വംശജരായിരുന്നു ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഗിൽജി രാജവംശം എന്ന് പറയുന്നത് 1290 മുതൽ 1320 വരെയാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ചെറുതല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ട് അതിനകത്ത് അല്ലേ. അപ്പോൾ 1290 മുതൽ 1320 വരെയുള്ളൊരു കാലഘട്ടമാണ് ഗിൽജി രാജവംശത്തിൻ്റേതെന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റി ആവട്ടെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയാവട്ടെ, അഡ്മിനിസ്ട്രേഷൻ, ഭരണമാവട്ടെ എന്നിവയിലൊക്കെ തന്നെ ഒരുപാട് തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗിൽജി രാജവംശത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ കുറേ റിഫോംസും കാര്യങ്ങളൊക്കെ നടന്നു. സുൽത്താനേറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു, ഒക്കെ സെറ്റായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇവർ വരികയും അതിന് പലതരത്തിലുള്ള സമൂഹത്തിൽ ചെറിയ ചെറിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജലാലുദ്ദീൻ ഫിറോസ് ഗിൽജി, അതായത് 1290 മുതൽ 96 വരെ ആയിരുന്നു ആദ്യത്തെ അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ജലാലുദ്ദീൻ
ഫിറൂസ് ഖിൽജി എന്ന് പറയാം, ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അലാവുദ്ദീൻ ഖിൽജി വന്നു. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളത്. ജലാലുദ്ദീൻ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, അലാവുദ്ദീൻ ഖിൽജി നമ്മൾ കേട്ടിട്ടുണ്ടാവും. 1296 മുതൽ 1316 വരെയുള്ള ഒരു കാലഘട്ടമാണ് അലാവുദ്ദീൻ ഖിൽജിയുടെ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങളും അതുപോലൊരു സാമ്രാജ്യം എന്ന് പറയുന്നത് വളരെയധികം വിപുലീകരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരാൾ അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. വളരെയധികം പേര് കേട്ടിട്ടുള്ള, അതായത് ഇപ്പോൾ ഈ ഒരു ഖിൽജി രാജവംശത്തിൽ തന്നെ ഏറ്റവും അധികം പേര് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പോൾ തുർക്കി പ്രഭുക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ ആധിപത്യം അവസാനിപ്പിക്കുകയും ഭരണവും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയൊക്കെ തന്നെ മെച്ചപ്പെടുത്തുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു ടോട്ടലായിട്ടുള്ളൊരു മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ ഖിൽജി വിപ്ലവം എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താണ്, തുർക്കി പ്രഭുക്കന്മാരുടെയൊക്കെ തന്നെ അധികാരത്തിന്മേലുള്ളൊരു നിയന്ത്രണം, അതായത് ആ ഒരു നിയന്ത്രണം തന്നെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് മൊത്തത്തിലൊരു ഖിൽജി വിപ്ലവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടലായിട്ട് സൊസൈറ്റിയിലും സമ്പദ് വ്യവസ്ഥയിലും കൾച്ചറിലൊക്കെ തന്നെ എന്താണ് ഒരു വലിയ തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുകയാണ്. 1320 മുതൽ 1412 വരെയാണ് തുഗ്ലക്ക് രാജവംശം എന്ന് പറയുന്നത് ഭരിക്കുന്നത്. അപ്പോൾ അവിടെയും തുഗ്ലക്കിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ തന്നെ പേര് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ തുഗ്ലക്ക്, നീ ആര് തുഗ്ലക്കോ, ഇത്രയൊക്കെ പരിഷ്കാരങ്ങൾ വരുത്താമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ചില സിനിമയിലൊക്കെ തുഗ്ലക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പരിഷ്കാരങ്ങളും ചെയ്തിട്ടുണ്ട്, പരീക്ഷണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു തുഗ്ലക്ക് രാജവംശം എന്ന് പറയുന്നത്. 1320 മുതൽ 1412 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഗിയാസുദ്ദീൻ തുഗ്ലക്ക് വന്നിട്ടുണ്ട്. അത് 1320 മുതൽ 1325, വെറും 5 വർഷത്തെ കാലഘട്ടമാണ്. അദ്ദേഹം പലതരത്തിലുള്ള വെൽഫെയർ റിലേറ്റ് ചെയ്തിട്ട്, അതായത് ക്ഷേമം റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള നടപടികൾ അദ്ദേഹം എന്ത് ചെയ്തു, സാമ്രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അത് 1325 മുതൽ 1351 വരെയുള്ള ഒരു കാലഘട്ടം. അതൊരു നീണ്ട കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് അത്യാവശ്യം വലിയ രീതിയിൽ ഇവിടെ ഭരിച്ചിരിക്കുന്നത്. അദ്ദേഹം പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചിലതൊക്കെ വളരെയധികം വിവാദപരമായിരുന്നു. അതായത് നമ്മളിപ്പോൾ ചില മന്ത്രിമാരൊക്കെ വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തും, ചിലപ്പോൾ കുറേ മണ്ടൻ സാധനങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊക്കെ എന്താണ്, വിവാദമായിരുന്നു. ഇയാളിപ്പോൾ എന്തിനാ അത് ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കുറച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ഓവറോൾ ആയിട്ട് നമ്മുടെ സാമ്രാജ്യം എന്ന് പറയുന്നത് വികസിപ്പിക്കാനും അതുപോലെ ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കാനും അദ്ദേഹം ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ഈ തുർക്കി പ്രഭുക്കന്മാരുടെ അധികാരം എന്ന് പറയുന്നത് ഇല്ലാതാക്കിയിട്ട് വന്നത് ദില്ലി സുൽത്താനേറ്റ് വികസിപ്പിക്കുന്നതിൽ ഈ രണ്ട് രാജവംശങ്ങൾക്കും വളരെയധികം നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് അണ്ടർ ദി ഖൽജീസ് എന്ന് പറയുമ്പോൾ തുഗ്ലക്കിൻ്റെ കേസും വരുമ്പോൾ ഇപ്പോൾ ഖിൽജി രാജവംശം വന്നതിന് ശേഷവും അതിനുശേഷം നമ്മുടെ തുഗ്ലക്കിൻ്റെ രാജവംശം വന്നതിന് ശേഷമുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു 1320 മുതൽ 1412 വരെയുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തുഗ്ലക്ക് രാജവംശത്തിൻ്റെ കാലഘട്ടമാണെന്നുണ്ടെങ്കിലും 5 വർഷത്തിലൂടെയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഭരിച്ചിരിക്കുന്നതും അതിനുശേഷമുള്ള ഒരു വലിയ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ട് വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. 1296 മുതൽ 1316 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അദ്ദേഹത്തെക്കുറിച്ചിട്ട് പറയാം, അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ അദ്ദേഹം സൈനിക പരിഷ്കാരങ്ങളും വിപണനവും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. സോ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് അലി ഗുർഷാബ് എന്നുള്ള രീതിയിലായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ നാമകരണം ചെയ്തിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജി തൻ്റെ അമ്മാവനും അതുപോലെ ജലാലുദ്ദീൻ ഖിൽജിനെ വധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പവറിലേക്ക് വരുന്നത്. അതായത് നമുക്കറിയാം ഈ കിങ്ഡത്തിൻ്റെയൊക്കെ കേസ് വരുമ്പോൾ തന്നെ ഒരാളെ കൊന്നുകൊണ്ടായിരിക്കും മറ്റൊരാൾ അധികാരത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ സ്വന്തം അമ്മാവനെ അല്ലെങ്കിൽ സ്വന്തം നെഫ്യൂനെയൊക്കെ കൊന്ന് വളരെയധികം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ അച്ഛനെ കൊന്ന് മകൻ അധികാരത്തിലേക്ക് വരുന്ന അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ജലാലുദ്ദീൻ ഖിൽജീനെ വധിച്ചുകൊണ്ടാണ് അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നത്, അധികാരത്തിലേക്ക് വരുന്നത്.
സോ ഈ ഒരു ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ളൊരു ഭരണവും അതുപോലെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് മതപരിവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളെ നിർബന്ധിച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് ആക്കുന്ന തരത്തിലുള്ള ആ ഒരു നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്ന കാര്യമൊക്കെ തന്നെ ജലാലുദ്ദീൻ ഖിൽജി ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു. അതായത് വെറും 5 കൊല്ലമാണ് അവിടെ ഇരുന്നെങ്കിലും പലതരത്തിലുള്ള ഭരണമൊക്കെ തൻ്റെ കീഴിൽ വരണമെന്നും നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നതൊക്കെ തന്നെ ആരായിരുന്നു? ജലാലുദ്ദീൻ ഖിൽജി ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തുള്ള മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അദ്ദേഹം വളരെയധികം ഫെമിലർ ആയിരുന്നു. അപ്പോൾ ഇതിന് വിപരീതമായിട്ടായിരുന്നു നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സമൂഹം, സമ്പദ് വ്യവസ്ഥ ഇതൊക്കെ തന്നെ വളരെയധികം ആഴത്തിൽ വളരെ ഡീപ്പായിട്ട് പഠിക്കുകയും നല്ല നല്ല പരിഷ്കാരങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അലാവുദ്ദീൻ ഖിൽജിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. റിഫോംസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പ്രഭുക്കന്മാർ എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ആരാണ് അലാവുദ്ദീൻ ഖിൽജി ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത് മേജർ ത്രെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫങ്ഷണൽ ബ്യൂറോക്രസീനെ കുറിച്ചിട്ടാണ്. അതായത് പ്രഭുക്കന്മാരെന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണിയായിട്ടാണ് അലാവുദ്ദീൻ തിരിച്ചറിയുന്നത്. ഇപ്പോഴും നമ്മുടെ ബ്യൂറോക്രസി എപ്പോഴും എന്താണ്, നമുക്കൊരു പാരയാണ്. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്ന് പറയുന്നത് നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എമൗണ്ട് വാങ്ങിയിട്ട് നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലത്തും. അപ്പോൾ ഈ പ്രഭുക്കന്മാരെന്നൊക്കെ പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി തിരിച്ചറിയാണ് ഇവരൊക്കെ വലിയ ഭീഷണി തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രവർത്തനപരമായിട്ടുള്ള രീതിയിൽ ഒരു ബ്യൂറോക്രസി ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ലക്ഷ്യമിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ത സമ്പ്രദായം, അതായത് ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഭൂമിയുടെ ഒരു ഗ്രാൻറ്റായിട്ട് കൊടുക്കുന്ന കേസ് ഇക്താരി സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഈ ഒരു ഇക്ത സമ്പ്രദായം, അതായത് ഇക്ത കൈമാറ്റം എന്ന് പറയുന്നത് ചെയ്യാവുന്നതാക്കുകയും ഈ ഒരു പാരമ്പര്യമായിട്ട് അവരുടെ ഒരു ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത് നീക്കം ചെയ്യുകയും ചെയ്തു. അതായത് ഇങ്ങനെ ഈ ഭൂമി കൊടുക്കുന്നതൊക്കെ അന്ന് അദ്ദേഹം നിർത്തലാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്വതന്ത്രമായിട്ടുള്ളൊരു പവർ എന്ന് പറയുന്നത് നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഭൂമിയുള്ള ഒരാളെന്ന് വിചാരിക്കും, ഒരുപാട് ഭൂമിയുള്ള ആൾക്ക് അത് പാട്ടത്തിന് വിൽക്കാം, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അവിടെ ആ ഒരു ലൊക്കേഷനിൽ വരുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ അണ്ടറിലാവുന്നു, അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ടാക്സ് പിരിക്കാം, പല രീതിയിലാണ് അത് പോവുക. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്ന ആര് നിർത്തലാക്കി? അലാവുദ്ദീൻ ഖിൽജി നിർത്തലാക്കുകയാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സൈനിക വിപുലീകരണത്തെക്കുറിച്ചിട്ടാണ്, മിലിറ്ററി എക്സ്പാൻഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അലാവുദ്ദീൻ തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമായിട്ട് പലതരത്തിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ഗുജറാത്തിൽ 1299 സമ്പത്തിൻ്റെയും അതുപോലെ വ്യാപാര കേന്ദ്രങ്ങളുടെയൊക്കെ പേരിൽ ഗുജറാത്ത് ഭയങ്കര ഫേമസ് ആയി അതിന് കീഴടക്കപ്പെട്ടു. അതുപോലെ റൺതാംബോർ എന്ന് പറയുന്നത് 1300 ഹമീർ ദേവിൽ നിന്നും അദ്ദേഹം പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ചിറ്റൂർ കോട്ട അദ്ദേഹം എന്ത് ചെയ്തു? 1303 പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഗിസർ ഖാനെ അവിടെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മാൽവ എന്ന് പറയുന്ന സ്ഥലം 1305 മാണ്ഡുവും ചന്ദേരിയും കീഴടക്കുകയാണ്. അങ്ങനെ പിന്നെ ദക്ഷിണേന്ത്യയിലെ ദേവഗിരിയിലെ യാദവ രാജാവ്, അതുപോലെ വാറങ്കിലെ കാക്കതീയ രാജാവ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ മധുരയിലെ പാണ്ഡ്യന്മാർ, ഇവരൊക്കെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു അധികാരം എന്ന് പറയുന്നത് കൊണ്ടുവരാണ്. അപ്പോൾ ദില്ലിയിലേക്ക് സമ്പത്ത് എല്ലായിടത്തും, കോഹിനൂരിൽ നിന്ന് വരെ വജ്രം, അങ്ങനെ എല്ലായിടത്തും അവരെന്ത് ചെയ്യാണ്, ഒരുപാട് തരത്തിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഡൽഹിയിലേക്ക് കൊണ്ടുവരാണ്. സൈനികമാവട്ടെ സാമ്പത്തികമാവട്ടെ എല്ലാ തരത്തിലുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ഡൽഹി കേന്ദ്രീകരിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇത് ഇപ്പോൾ ദില്ലിയിൽ നമ്മൾ പറയുന്നില്ല, ഒരുപാട് തരത്തിലുള്ള മ്യൂസിയംസ് അത് ഇതെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. കാരണം മെയിനായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നടന്നിരിക്കുന്നത് ഡൽഹിയിലാണ്, അവിടേക്കാണ് സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി ഒരുപാട് സ്ഥലം എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ചടക്കിയിട്ടുമുണ്ട്. സൈനികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാണ്. ഇപ്പോൾ സ്റ്റാൻഡിങ് ആർമി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരാണ്. ഇപ്പോൾ ലാൻഡ് അസൈൻമെൻറ്റ്സുകൾക്ക് പകരം ഭരണകൂടം എന്ത് ചെയ്യാണ്, പണം നേരിട്ട് നൽകുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു ഇക്ത സമ്പ്രദായത്തെക്കുറിച്ചിട്ട്, ഈ ഭൂമി എന്ന് പറയുന്നത് പതിച്ചു കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊക്കെ നിർത്തലാക്കിയിട്ട് അവരെന്ത് ചെയ്യും, പണം എന്ന് പറയുന്നത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ശക്തമായിട്ടുള്ളൊരു സൈന്യത്തെ അദ്ദേഹം സ്റ്റാൻഡിങ് ആർമിയിലൂടെ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പലതരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് കുതിരകളെയൊക്കെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ സൈനികർക്കായിട്ടുള്ള മസ്റ്റർ റോളൊക്കെ തന്നെ അവതരിപ്പിച്ചു. അതായത് ഇപ്പോഴും തട്ടിപ്പുള്ള പോലെ അപ്പോഴും തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുതിരകളെയൊക്കെ തന്നെ, പൊട്ട കുതിരകളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ തടഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് ആൻഡ് മസ്റ്റർ റോൾസ് ഒക്കെ പറയുന്നൊരു സംഭവം അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോട്ടകളൊക്കെ കൊണ്ടുവരികയാണ്.
അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോട്ടകളും സൈനിക താവളങ്ങളും ഒക്കെ തന്നെ ശക്തിപ്പെടുത്തി. ഇപ്പോൾ നമ്മൾ പല കോട്ടകൾ കണ്ടിട്ടുണ്ടാവും. കണ്ണൂർ കോട്ടയുണ്ട്, പാലക്കാട് കോട്ടയുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ളതും ചിലത് നമ്മുടെ ഇതുപോലെ തന്നെ ബിപ്പു സുൽത്താൻ്റെ കോട്ട ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, അവർ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സാമ്പിളായിട്ട് എടുക്കരുത് കേട്ടോ. നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അതായത് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ കോട്ടകളെന്ന് പറയുന്നത് വളരെയധികം വലുതും ശക്തവും ഒന്നിനു മേലെ ഒന്ന് എന്നൊക്കെ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കുറച്ച് മാറ്റങ്ങളെന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റ് ഒരുപാട് തരത്തിലുള്ള റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ന്യായമായിട്ടുള്ള വില ഉറപ്പാക്കുക, അതായത് പല ചരക്കുകൾക്കും പലതരത്തിലുള്ള മാർക്കറ്റുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും സാധനങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് ശമ്പളത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന സൈനികർക്കും അതെല്ലാം അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വില നിയന്ത്രിക്കും, അതായത് ഭക്ഷ്യധാന്യങ്ങൾ, തുണി, അതുപോലെ വസ്തുക്കൾക്ക്, കുതിരകൾ, കന്നുകാലികൾ, അടിമകൾ, ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വില നിയന്ത്രിക്കുകയും ഡൽഹിയിൽ മാർക്കറ്റുകളൊക്കെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് തരത്തിലുള്ള കർശന നടപടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കണോമിക് റിഫോംസിനെ കുറിച്ച് സപ്ലൈ ചെയിനും ഉണ്ട് കേട്ടോ അതിനകത്ത്. അതായത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഒരു ഭക്ഷ്യധാന്യങ്ങളുടെയൊക്കെ തന്നെ വിതരണം എന്ന് പറയുന്നത് നിയന്ത്രിക്കുകയും സ്ഥിരമായിട്ടുള്ള രീതിയിലൊരു വിതരണം, ന്യായമായിട്ടുള്ള വിതരണം എന്ന് പറയുന്നത് ഉറപ്പാക്കുന്നു. പിന്നെ സ്റ്റേറ്റിൻ്റെ വെയർ ഹൗസുകളുണ്ട്, അതായത് ഇപ്പം ക്ഷാമമൊക്കെ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയം അങ്ങനത്തെ അടിയന്തര സാഹചര്യങ്ങളിൽ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനുള്ള രീതിയിലുള്ള കുറച്ച് എല്ലാം സൂക്ഷിച്ച് വയ്ക്കുക. വെയർ ഹൗസുകൾ വെച്ച് കഴിഞ്ഞാൽ സംഭരണശാലകളാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വെയർ ഹൗസുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതൊക്കെ ഇവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നതിലൊരു സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ലാൻഡ് റവന്യൂവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള റിസോഴ്സസ് എപ്പോഴും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രഭുക്കന്മാരുടെയൊക്കെ തന്നെ അധികാരം എന്ന് പറയുന്നത് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും, അതായത് ഈ ഭൂപ്രഭുക്കന്മാരുടെയൊക്കെ തന്നെ അധികാരം ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഭൂനികുതിയൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്രാദേശികമായിട്ട് പ്രഭുക്കന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നികുതിയിൽ അതുപോലെ തന്നെ പല നികുതികളൊക്കെ ചുമത്താൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഡ്യൂട്ടി അടയ്ക്കുന്നില്ല, അതുപോലെ ഭവനത്തിനും അല്ലെങ്കിൽ മേച്ചിൽ നികുതികളൊക്കെ തന്നെ ചുമത്തുക. പിന്നെ ജീവകാരുണ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നികുതി ഉൾപ്പെടെ ഒരുപാട് ഭൂമി കണ്ടുകെട്ടാനൊക്കെ തുടങ്ങി. പിന്നെ റവന്യൂ അഡ്മിനിസ്ട്രേഷനിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് റവന്യൂ എന്ന് പറയുന്നത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ദിവാൻ ഇ മുസ്തഖ്റാജ് എന്ന് പറയുന്ന ഒരു സംഭവം സ്ഥാപിക്കുകയും ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ പകുതി നികുതി നിശ്ചയിക്കുന്നത് പോലെയും അല്ലെങ്കിൽ ഭൂമി അളക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരുന്നു. പിന്നെ ഇക്ത സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭുക്കന്മാർക്ക് ഇക്തകൾ, അതായത് ഭൂമി നൽകിയിട്ട് അവരൊരു സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക ഘടനയായിട്ട് സംയോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊടുത്തിട്ടുണ്ടായിരുന്നതിനെയൊക്കെ തന്നെ അവരെന്ത് ചെയ്യും, സ്റ്റേറ്റുമായിട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലെഗസീനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സുൽത്താനേറ്റിൻ്റെ സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു അടിത്തറ എന്ന് പറയുന്നതിനെ വളരെയധികം ശക്തമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി വളരെ വർദ്ധിച്ച തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ നിയന്ത്രണവും പിന്നെ ടാക്സ്, നമ്മൾ പറഞ്ഞില്ല ഇപ്പോൾ എല്ലാത്തിനും ടാക്സ് കൊണ്ടിടുകയാണ്, എല്ലാത്തിനും പകുതിക്കാണ് ടാക്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രഭുക്കന്മാരുടെയും ഇടനിലക്കാരുമായിട്ടൊക്കെ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു വെല്ലുവിളികൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് എന്താണ്, വിപുലീകരിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള എല്ലാ നവീകരണങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ചിട്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് മിലിറ്ററി എക്സ്പെരിമെൻറ്റ്സ് ഓഫ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അതിലെ ജിയാസുദ്ദീൻ തുഗ്ലക്ക് എന്ന് പറയുന്ന 1320 മുതൽ 1325 വരെയുള്ളൊരു കാലഘട്ടമായിരുന്നു. അവിടെയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അധികമൊന്നും പറയാനില്ല. അപ്പോൾ ഒരു തുഗ്ലക്ക് രാജവംശത്തിൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് അദ്ദേഹത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവസാനത്തെ ഖിൽജി ഭരണാധികാരിയായിട്ടുള്ള ഖുസ്രാവു ഖാനെ അട്ടിമറിച്ചുകൊണ്ടാണ് നമ്മുടെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ ഒരു തുഗ്ലക്ക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഗറൗന തുർക്കികളിൽ നിന്ന് പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് ബൽബാനെ, നമ്മുടെ ബാൽബൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ സേവിച്ചിട്ടുണ്ടായിരുന്ന ഒരു തുർക്കി അടിമയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ജാട്ട് സ്ത്രീ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ അലാവുദ്ദീൻ്റെ ലാൻഡ് മെഷർമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നിർത്തലാക്കി. പിന്നെ നികുതി വിലയിരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, ഇവരിപ്പോൾ ഭൂമി അളക്കുക, അതിൽ നിന്ന് നികുതി പിരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ആ ഒരു പ്രക്രിയ ലളിതമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ജിയാസുദ്ദീൻ തുഗ്ലക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു കാര്യം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നികുതി നിരക്ക് കുറയ്ക്കൽ.
അപ്പോൾ ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെ പകുതിയും അവർ നികുതി കൊടുക്കണം. അപ്പോൾ ഒരു വില കൊടുക്കണമെങ്കിൽ അതിൻ്റെ പകുതി നികുതി ആയിരിക്കുന്നത്. അപ്പോൾ അത്രയും അത് കുറച്ചിട്ട് ഒരു 1/3 മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. പിന്നെ ഈ അടിച്ചമർത്തൽ, റവന്യൂ നടപടികളൊക്കെ തന്നെ അവസാനിപ്പിക്കുകയും കർഷകരുടെ ഭാരം എന്ന് പറയുന്നത് ലഘൂകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 4th വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഈ തുഗ്ലക്കിൻ്റെ കോട്ട തുഗ്ലക്കാബാദിൻ്റെ ഒരു കോട്ടയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ ഒരു മകൻ ജൗനഖാനാണ് നമ്മുടെ ജിയാസുദ്ദീൻ തുഗ്ലക്കിനെ എന്ത് ചെയ്യുന്നത്, കൊലപ്പെടുത്തുന്നത്. പിന്നീട് മുഹമ്മദീൻ തുഗ്ലക്കായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടോട്ടലായിട്ട് ഇവരെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിലേക്കാണ് നമ്മൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞ 1325 മുതൽ 1351 വരെയുള്ള കാലഘട്ടം. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടും എന്തൊക്കെയായിരുന്നു പരീക്ഷണങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു പീക്ക് ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ വളരെയധികം പീക്കിലേക്ക് എത്തിക്കുകയാണ്, ഒരു ഉച്ച സ്ഥായിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിലോസഫി, മാത്തമാറ്റിക്സ്, മെഡിസിൻ, റിലീജിയനൊക്കെ അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പേർഷ്യനും ഹിന്ദി പോയട്രിയിൽ അദ്ദേഹം താല്പര്യം ഉണ്ടായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ വളരെ യുക്തിസഹവും തുറന്ന മനസ്സുള്ളതുമായിട്ടുള്ള അതുപോലെ ജൈന യോഗികളൊക്കെ ഉണ്ടാവും, അവരായിട്ടൊക്കെ തന്നെ ഇടപഴകുകയും ഹോളി പോലുള്ള ഹിന്ദു ഉത്സവങ്ങളൊക്കെ ആഘോഷിക്കുകയും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ആര്, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. സൂഫി സന്യാസിമാരെയൊക്കെ തന്നെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ശവകുടീരങ്ങൾ പണിതിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അലാവുദ്ദീൻ ഖിൽജീസ് മോഡലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് പ്രഭുക്കന്മാരോടും ഉലമകളോടൊക്കെ തന്നെ ഒരു സ്വേച്ഛാധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. പിന്നെ 4th വണ്ണിൽ അദ്ദേഹം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അദിലാബാദ് എന്ന് പറയുന്നത്, അതായത് ഒരു നീതിയുടെ നഗരം എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്നൊരു അദിലാബാദ് എന്ന് പറയുന്ന ഒരു നഗരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ഇബ്നു ബത്തൂത്തയുടെ ഒക്കെ തന്നെ യാത്രാ വിവരണമായിട്ടുള്ള റിഹ്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള വലിയ തരത്തിലുള്ള കാഴ്ചകളൊക്കെ തന്നെ പറയുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണത്തിൽ അത് പറയുന്നുണ്ട്. ഇനിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മേജർ റിഫോംസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സിനെ കുറിച്ചിട്ട്, നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മേജർ റിഫോംസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. സോ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ 1327 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂലധന കൈമാറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അപ്പോൾ പ്രാദേശികമായിട്ട് അവരുടെ വിപുലീകരണം, ഈ ഒരു ടെറിട്ടറിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതും ഭരണപരമായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരോട് ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ റീസണിങ് എന്ന് പറയുന്നത് ബെറ്റർ കൺട്രോൾ ഓവർ ഫെർട്ടൈൽ റീജിയൻസ് ലൈക്ക് ഡെക്കാൻ ആൻഡ് ഗുജറാത്ത്. ഡെക്കാൻ, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളിൽ മികച്ച നിയന്ത്രണം കൊണ്ടുവരിക. ദക്ഷിണേന്ത്യയിൽ നിന്നും അതുപോലെ പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് തരത്തിലുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ തന്നെ ലഭ്യമാക്കുകയും വിദേശ വ്യാപാരത്തിലൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ ഭരണനിർവഹണം എന്ന് പറയുന്നത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഈ ഒരു മൂലധന കൈമാറ്റം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ അദ്ദേഹം എക്സ്ക്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ തലസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയിട്ട് ദ്രൗലത്താബാദ് എന്ന് പറയുന്ന രീതിയിൽ പുനർനാമകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ രാജകുടുംബത്തെയും ഉലമകളെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുകയും പിന്നീട് ഉയർന്ന വർഗ്ഗങ്ങളോട് മാറി താമസിക്കാൻ ഉത്തരവിടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചെറുത്തുനിൽപ്പായിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഡൽഹിയിൽ നിന്ന് ഇത് മാറ്റിയൊരു കേസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഫെയിലിയേഴ്സിൽ പറയുമ്പോൾ പലതരത്തിലുള്ള ഡൽഹിയിലേക്ക് പല കാരണങ്ങൾ കൊണ്ടും കലാപങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിതനായത്. പിന്നെ പലതരത്തിലുള്ള പദ്ധതികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പരാജയപ്പെടുകയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ജനങ്ങൾക്ക് വളരെയധികം അൺസാറ്റിസ്ഫൈഡ് ആവുകയാണ് അവർ. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഒരുപാടായിരുന്നു. തെക്കൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണം എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയും ഇപ്പോൾ വിജയനഗര, ബമാനി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ ഒക്കെ തന്നെ ഉദയത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് തരത്തിലുള്ള രാജ്യങ്ങൾ ഉണ്ടായി വരാനൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരാജയം എന്ന് പറയുന്നത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സോ ഇതാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. ടോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യാണ്, വീണ്ടും അദ്ദേഹത്തിന് പരാജയങ്ങളിലൂടെ പിന്നീട് എന്ത് ചെയ്തു, നമ്മുടെ വിജയനഗര എംപയറും അതുപോലെ ബമാനി കിങ്ഡം ഒക്കെ തന്നെ ഉയർന്നു വന്ന പോലെ മറ്റൊന്നൊക്കെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോക്കൺ കറൻസിനെ കുറിച്ചിട്ടാണ്. 1329 മുതൽ 1330 വരെയുള്ള ഇവർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് ഈ വിലയേറിയിട്ടുണ്ടായിരുന്ന ലോഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ഷാമം വരികയാണ്, അതൊന്നും കിട്ടാണ്ടാവുകയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർണം, വെള്ളി നാണയങ്ങൾക്കൊക്കെ തുല്യമായിട്ടുള്ള രീതിയിൽ വെങ്കലം അല്ലെങ്കിൽ ചെമ്പ്, പിച്ച നാണയങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് ടോക്കൺ കറൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു
ഇതിലൂടെ എന്താണ് വ്യാപകമായിട്ടുള്ള രീതിയിൽ കള്ളനോട്ടൊക്കെ തന്നെ വരാൻ വേണ്ടി തുടങ്ങി. കാരണം സ്വർണവും വെള്ളി മാത്രം കൊടുത്തോടത്ത് അത്യാവശ്യം മൂല്യമുള്ള രീതിയിൽ വെങ്കലമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഈ ചെമ്പും പിച്ചളയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള കള്ളനോട്ടുകൾ വന്നു. പിന്നെ വിദേശ വ്യാപാരികളൊക്കെ ഇന്ത്യയുമായിട്ടുള്ള ഇടപാടുകൾ നിർത്തുകയാണ്. കാരണം മൂല്യം കുറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അത് നിർത്തുകയാണ്. പിന്നെ സുൽത്താൻ്റെ ടോക്കൺ കറൻസി പിൻവലിച്ചിട്ട് പിന്നീട് സ്വർണം വെള്ളി നാണയങ്ങളിലേക്ക് പിന്നീടും അവർ മടങ്ങേണ്ടി വന്നു. അങ്ങനെ പലതരത്തിലുള്ള പരാജയം എന്ന് പറയുന്നത് അവിടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിനും പൊതുജനങ്ങളുടെ അസംതൃപ്തിക്കും കാരണമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ടോക്കൺ കറൻസി ഒന്ന് നോക്കി വയ്ക്കുക. ഇനി അഗ്രേറിയൻ റിഫോംസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് തന്നെയാണ് അവരുടെ തന്നെ അഗ്രേറിയൻ റിഫോംസ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധി പരിഹരിക്കുകയും വരുമാനം എന്ന് പറയുന്നത് മാക്സിമം ആക്കുകയും അല്ലെങ്കിൽ ശേഖരണം എന്ന് പറയുന്ന വരുമാനം മാക്സിമം ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അഗ്രേറിയൻ റിഫോംസിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മെഷേഴ്സായിട്ട് പറയുന്നത് ഏകീകൃത നികുതി, അതായത് എല്ലാവർക്കും ഒരേ നികുതി എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അതായത് ഭൂമിയുടെ നികുതിയൊക്കെ തന്നെ ഒരൊറ്റ രജിസ്റ്റർ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം സൃഷ്ടിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ദോവാബ് മേഖലയിലെ കാർഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ദിവാനി അമീർ കോഹി എന്ന് പറയുന്നൊരു സംഭവം സ്ഥാപിക്കുകയാണ്. ഈ ദോവാബിലെ ഭൂവരുമാനം എന്ന് പറയുന്നത് അവരുടെ ഉൽപ്പാദനത്തിൻ്റെ 1/3 പറയുന്നതിൽ നിന്ന് പകുതിയായിട്ട് വർദ്ധിപ്പിച്ചു. അതായത് 1/3 കൊടുക്കുന്നതിന് പകരം വരുമാനം എത്ര കിട്ടി അതിന് പകുതിയും കൊടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ വളരെയധികം നികുതി കൂടി. അപ്പോൾ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇത്തരത്തിലിങ്ങനെ എല്ലാത്തിനും, അതായത് ഭൂമിക്കും ഭവനത്തിനും ഒക്കെ അധികമായിട്ടുള്ള സെസ്സുകൾ ഇതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലെല്ലാം ഇങ്ങനെ ഉയർന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫലമായിട്ട് പറയുന്ന ഈ ഉയർന്ന നികുതിയും അതുപോലെ കടുത്ത നടപടികൾ എന്ന് പറയുന്നത് കർഷക കലാപങ്ങളിലേക്കാണ് അവസാനിച്ചത്. പിന്നെ ദോവാബ് പ്രദേശം എന്ന് പറയുന്നത് ക്ഷാമത്തിലും ദാരിദ്ര്യത്തിലുമായി. കാരണം കിട്ടുന്നതിൻ്റെ പകുതിയും പോയി കഴിഞ്ഞാൽ ഇവർക്ക് സേവ് ചെയ്യാനും ഇല്ല, വിൽക്കാനും ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. അപ്പം പിന്നെ മൂലധന കൈമാറ്റം കാരണം ദില്ലിയിലെ ഒരു വിപണിയെ ബാധിക്കുകയാണത്. പിന്നെ കാർഷിക ഉൽപ്പാദനം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് സുൽത്താൻ പിന്നീട് പിന്തുണ നൽകുകയാണ് ചെയ്തത്. അങ്ങനെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് അതിമോഹകരമായിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. അതായത് ഓവറായിട്ട് കുറേ ചെയ്തു കൂടണം പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നിട്ട് കൂടി മോശമായിട്ടാണ് അത് നിർവഹിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പ്രഭുക്കന്മാരുടെയും ഉലമകളുടെയും ഒക്കെ തന്നെ ചെറുത്തുനിപ്പൊക്കെ തന്നെ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പല പരിഷ്കാരങ്ങൾ പരാജയപ്പെട്ടു. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റലും ടോക്കൺ കറൻസിയും ഈ അഗ്രേറിയൻ റിഫോംസും ഭരണപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഈ ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ ഈ ഒരു 3-4 കാര്യം വന്നപ്പോൾ തന്നെ മൊത്തത്തിൽ അദ്ദേഹം സാമ്പത്തികമായിട്ട് തകരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള ശ്രമങ്ങളും വലിയ തരത്തിലുള്ളൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. അങ്ങനെ ദില്ലി സുൽത്താനേറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള റിഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ വലിയ രീതിയിൽ അഗ്രേറിയൻ റിഫോംസ് നമ്മൾ പറഞ്ഞു, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ പറഞ്ഞു, ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ്, എല്ലാം പ്രശ്നത്തിലേക്കാണ് കലാശിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ ദില്ലി സുൽത്താനേറ്റ്. നമ്മുടെ ദില്ലി സുൽത്താനേറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് നമുക്കൊരു ഓവർവ്യൂ കൊടുക്കാം. അതായത് 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് തുർക്കികളാണ് ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിച്ചത്. പിന്നെ ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷമുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്നൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു മാറ്റമാണ് അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. സുൽത്താനേറ്റിൻ്റെ ഭരണത്തിൽ ശക്തവും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അവിടുത്തെ നേച്ചർ ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്നത് സുൽത്താനെ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ ദൈവദത്തമായിട്ടുള്ള അധികാരമെന്ന്. അതുപോലെ പിന്നെ മതപരവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുൽത്താൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമാണ് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സുൽത്താൻ്റെ ഒരു കോടതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സുൽത്താൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ ഒരു സുൽത്താൻ്റെ കോടതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അമീറുകൾ, മാലിക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ തന്നെ ഭരണവും സൈന്യത്തിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു വംശീയ ഗ്രൂപ്പുകളായിരുന്നു ഉൾക്കൊണ്ടിരുന്നത്. ഇതൊരു വംശീയത എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അത് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു അവിടെ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് ഇന്ന വംശത്തിൽ പെടുന്നവർ അവിടെ എന്താകുന്നുണ്ട്, സൈന്യത്തിലുമൊക്കെ തന്നെ അല്ലെങ്കിൽ ഭരണത്തിലൊക്കെ തന്നെ വരുന്നു, മറ്റുള്ളവർ വരുന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. പിന്നെ ഉലാമ, നമുക്കറിയാം മതപരമായിട്ടുള്ളതും അതുപോലെ ഒരു പണ്ഡിതന്മാരെന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, മാർഗ്ഗനിർദ്ദേശമൊക്കെ നൽകും കേട്ടോ. ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഉലാമമാരെന്ന് പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്ന ബ്യൂറോക്രസീനെ കുറിച്ചിട്ടാണ്. ദിവാൻ ഇ വിസ്റാത്ത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് പ്രധാനമന്ത്രി, അതിനെയാണ് വസീർ എന്ന് പറയാം. അദ്ദേഹം നേതൃത്വം നൽകുന്ന ധനകാര്യവും വരുമാനവും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരെയാണ് ദിവാൻ ഇ വിസ്റാത്ത് എന്ന് പറയുന്നത്. ദിവാൻ ഇ ഔസ് എന്ന് പറയുന്നത് അരീസ് ഇ മാലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക ഭരണത്തിൻ്റെ ഉത്തരവാദിത്തമാണത്. മിലിറ്ററി റിലേറ്റ് ചെയ്തിട്ടാണ് ദിവാൻ ഇ അറസ് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഈ ദിവാനി ഏഴ്സും ദിവാനി വിസ്രാത്തും ഇതിൻ്റെ ബ്യൂറോക്രസിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവാനി ഇൻഷ എന്ന് പറയുന്നത് ഈ രാജകീയ കത്തിടപാടുകളുണ്ടായി. അതായത് ഒരു രാജ്യത്തെ രാജാവ് വേറൊരു രാജാവിന് വേണ്ടിയിട്ട് എഴുതുന്ന കത്തുകൾ നമ്മൾ ഈ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത് ചെയ്യുക, ദൂതയക്കണ പോലെയൊക്കെ ഒരാൾ കത്തും കൊണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്ത് കൊടുത്തിട്ട് അവിടെ വായിക്കുന്നതൊക്കെ. അതേപോലെ ഈ ഒരു ആശയവിനിമയത്തിന് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവാൻ ഇ ഇൻഷയാണ്. ദിവാൻ ഇ റിസാലത്ത് എന്ന് പറയുന്നത് വിദേശകാര്യങ്ങളും അതുപോലെ നയതന്ത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കത്തിടപാടുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ദിവാനി ഗാസ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ മേൽനോട്ടം വഹിക്കുകയും ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തന്നെ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ബ്യൂറോക്രസി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഈ മിലിറ്ററി സിസ്റ്റത്തിൽ സ്റ്റാൻഡിങ് ആർമി ഉണ്ട്. അതായത് പ്രതിരോധത്തിനും അതുപോലെ വിപരീകരണത്തിനുമായിട്ട് ശക്തവും അച്ചടക്കവുമായിട്ടുള്ളൊരു വലിയൊരു സൈന്യമുണ്ട്. ഇക്ത സിസ്റ്റം നമുക്കറിയാം, അവർക്കൊക്കെ ഭൂമി, ശമ്പളത്തിന് പകരം ഭൂമി ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നു. റവന്യൂ പിരിക്കുന്നതിനെ കുറിച്ചിട്ട്, ഇപ്പോൾ വരുമാനം എന്ന് പറയുന്നത് ശേഖരിക്കുന്നതിനും നമ്മുടെ സൈനികരെയൊക്കെ തന്നെ പരിപാലിക്കുന്നതിനും ഇക്താറുകൾ എന്ന് പറയുന്നവർ ഉത്തരവാദികളായിരുന്നു. ലാൻഡ് റവന്യൂ സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നികുതി കൊടുക്കണം എല്ലാവരും. അതുകൊണ്ട് തന്നെ നികുതി നിർണ്ണയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഭൂമിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കി. അങ്ങനെ ഭൂമിനെ മെഷർ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഗരജ് എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെയൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടൊരു ഇന്ന പ്രൊഡക്ട്സിന്, അതായത് ഓരോരോ കമ്മോഡിറ്റീസിനും ഓരോ നികുതി എന്ന് പറയില്ല, അതുപോലെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നികുതിനെ അടിസ്ഥാനമാക്കുന്നതിനാണ് അത് പറയുന്നത്. പിന്നെ വ്യാപാരവും സ്വത്തും തൊഴിലും ഇതൊക്കെ അനുസരിച്ചിട്ട് പലതരത്തിലുള്ള സെസ്സുകൾ കൊടുക്കുക, തീരുവകൾ കൊടുക്കുക, ഡ്യൂട്ടീസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളും അധികമായിട്ടുള്ള നികുതികൾ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. പിന്നെ ഈ അമിൽസ്, മുഖതാം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള നികുതി എന്ന് പറയുന്നതിന് മേൽനോട്ടം വഹിച്ചവരായിരുന്നു ഈ റവന്യൂ ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. സ്ലേവറി സിസ്റ്റത്തെക്കുറിച്ച് നമുക്കറിയാം. സ്ലേവറി സിസ്റ്റം വളരെയധികം കൂടുതലായിരുന്നു. ഭരണത്തിലും സൈന്യത്തിലും അടിമകൾ എന്ന് പറയുന്നവർ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു. ദിവാൻ ഇ ബന്ധകൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും വിന്യാസവും ഉൾപ്പെടെയുള്ള അടിമ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകാരായിരുന്നു. പിന്നെ ഇവരുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗാസി റിലേറ്റ് ചെയ്തിട്ടുള്ള കോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഗാസിമാരെ നിയമിക്കുന്നതും അതുപോലെ ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് നടപ്പിലാക്കുകയായിരുന്നു അവർ അതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ സുൽത്താൻ്റെ പങ്കെന്ന് പറയുന്നത് ഈ പരമോന്നതമായിട്ടുള്ളൊരു അധികാരം എന്ന് പറയുന്നത് ആർക്കായിരുന്നു, സുൽത്താൻ തന്നെയായിരുന്നു, ജുഡീഷ്യൻ്റെ മുകളിൽ. അപ്പോൾ പലതരത്തിൽ കീഴ്ക്കോടതികളൊക്കെ തന്നെ, ഇപ്പോൾ കീഴ്ക്കോടതികളിലൊക്കെ ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുപോയിട്ട് പെറ്റീഷൻ കൊടുക്കും. വേറെ നമ്മൾ എന്ത് ചെയ്യും, അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ തന്നെയാണ് സുൽത്താൻ എന്ത് ചെയ്യണം, പരമോന്നതമായിട്ടുള്ളൊരു ജുഡീഷ്യൽ അധികാരം ഉണ്ടായിരുന്നു. കീഴ്ക്കോടതികളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിഞ്ഞു, നമ്മുടെ സുൽത്താന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് വളരെയധികം സങ്കീർണവും കേന്ദ്രീകൃതവും ഒക്കെ ആയിരുന്നു. പിന്നെ ഇസ്ലാമിക തത്വങ്ങളെന്ന് പറയുന്നത് അതുപോലെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആചാരങ്ങളുമായിട്ടൊക്കെ തന്നെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇസ്ലാമിക തത്വങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യും, ശരീഅത്ത് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് അവർ മാറ്റി. പിന്നെ ശക്തമായിട്ടുള്ള ഭരണവും അച്ചടക്കമുള്ള സൈന്യവും പിന്നെ കാര്യക്ഷമമായിട്ടുള്ള വരുമാന ശേഖരണം, കൃത്യമായിട്ടുള്ള ടാക്സുകളും കാര്യങ്ങളും അവർ പിരിക്കുന്നുണ്ട്. പിന്നെ ജുഡീഷ്യൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സുൽത്താനേറ്റ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹിസ്റ്റോറിയൻസ് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. കാരണം അത് മതപരമാണോ, അതായത് മതേതരമാണോ, അത് സൈനികമാണോ, കേന്ദ്രീകൃതമാണോ, അത് ഏതാണെന്നറിയില്ല. മതമാണോ അവിടെ കൺട്രോൾ ചെയ്യുന്നത്, മതം കൺട്രോൾ ചെയ്യുന്നില്ലേ, സൈനികമാണോ, അതായത് നമ്മുടെ മിലിറ്ററി പവറാണോ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അത് കേന്ദ്രീകൃതമായിട്ടുള്ളതാണോ, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട് നമ്മുടെ ഓരോ ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ സുൽത്താനേറ്റിൻ്റെ ഭരണത്തെക്കുറിച്ചിട്ടും ഭരണത്തിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസാണ്. ഇപ്പോൾ തിയോക്രാറ്റിക്കും സെക്യുലർ സ്റ്റേറ്റ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തിയറീസാണ് ഇനി നമുക്കിതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ്, അപ്പോൾ സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് ഡൽഹി സുൽത്താനേറ്റിനകത്തുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ടോട്ടലായിട്ട് ഇത് എങ്ങനെയാണ്, മതപരമായിട്ടാണോ, മതേതരമായിട്ടാണോ, സൈനികപരമായിട്ടാണോ, കേന്ദ്രീകൃതമാണോ, ഇത് അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കിട്ടുന്നത് ഇതിലൂടെയാണ്. സോ തിയോക്രാറ്റിക് തിയറി എന്ന് പറയുന്നത്, അവിടുത്തെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഭരണാധികാരിനെ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്, ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് കാണുന്നത്.
ഒരിക്കലും അവർക്ക് അവരുടെ അധികാരപരിധിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പാടില്ല. അവരുടെ അധികാരം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ചിട്ടോ മത നിയമങ്ങളെക്കുറിച്ചിട്ടോ പുരോഹിതന്മാരെക്കുറിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ എന്താണ് ഭരിക്കുന്നത്? മതനിയമങ്ങളാണ്, പുരോഹിതന്മാരാണ്, അവർക്കൊക്കെ ഭരണത്തിൽ പ്രധാന പങ്കുണ്ട്. ഇതിനെയാണ് നമ്മൾ തിയോറോക്രാറ്റിക് സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഈച്ച് തിയറി എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞ പോലെ സുൽത്താനേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഗവേണൻസും ആണ് പറയുന്നുണ്ടെങ്കിൽ തിയോറോക്രാറ്റിക് തിയറി എന്ന് പറയുന്നത് എന്താണ്? റിലീജിയസ് ലോസും അതുപോലെ തന്നെ ക്ലേർജിയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്താണ്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുക, ഒരു സെൻട്രൽ റോൾ ഇൻ ദി ഗവേണൻസിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. KS ലാലും അതുപോലെ UND, RP ത്രിപാഠി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാരാണ് ഈ ഒരു സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറയുന്നതും അതുപോലെ ഭരണത്തിൽ ശരീഅത്തിൻ്റെ, അതായത് ഇസ്ലാമിക നിയമം ഉള്ളതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഈ ഒരു തിയോറോക്രാറ്റിക് സ്റ്റേറ്റ് തിയറീനെ അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഈ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നത് നടപ്പിലാക്കിക്കൊണ്ട് സുൽത്താനെ ഒരു ഇസ്ലാമിൻ്റെ വക്താവായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ സുൽത്താൻ്റെ ഭരണത്തിൽ ഉലാമകൾ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മതപണ്ഡിതന്മാർ, അതുപോലെ മതത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പിന്തുണ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ്. ഇതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു സംഘടിതമായിട്ടുള്ള ഒരു ഭരണസമിതി, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കിങ്ങിൻ്റെ അണ്ടറിൽ കുറേ പ്രഭുക്കന്മാരടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുപോലെ ഒരു ഭരണസമിതിയിൽ എന്നതിനേക്കാളും ഉപരി ഉലാമകൾ പ്രവർത്തിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഈ അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തുടങ്ങിയിട്ടുള്ള ശക്തരായിട്ടുള്ള സുൽത്താൻമാർ ഉലാമകളുടെ അധികാരത്തെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ എന്താണ്, ഇവർ ഗവേണൻസ്, അതായത് മതപരമായിട്ടുള്ള രീതിയിലൊരു ഗവേണൻസ് നടന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ എന്നും ചോദിക്കുന്നവരുണ്ട്. പിന്നെ സുൽത്താനേറ്റിൻ്റെ വിശാലമായിട്ടുള്ള ഒരു രാജവാഴ്ച എന്ന് പറയുന്നത് ശരീഅത്ത് കൊണ്ട് മാത്രം ഭരിക്കാൻ കഴിയില്ല എന്നും സിയാവുദ്ദീൻ ബരാനി പറയുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവറാണ് മറ്റേത് പറഞ്ഞത് നമ്മൾ 2 പോയിന്റ്. പക്ഷേ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സിൽ ഈ ഒരു 3 പോയിന്റ് വരുമ്പോൾ നമുക്കും തിങ്ക് ചെയ്യാം. കാരണം ഇവരൊക്കെ ഉലാമകളുടെയൊക്കെ തന്നെ അധികാരത്തെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അത് തിയോറോക്രാറ്റിക് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണെന്ന് പറയാനുള്ളത് എങ്ങനെയാണെന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്യുലർ സ്റ്റേറ്റ് തിയറിയാണ്. ഒരു മതേതര രാഷ്ട്രത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഒരു മതരാഷ്ട്രീയമൊന്നും അല്ല, അതായത് ഭരണത്തിലൊന്നും മതമില്ല, മൊത്തത്തിൽ എന്താണ്, ഒരു മതമില്ലാത്ത തരത്തിലുള്ളൊരു രീതിയിലുള്ളൊരു അഡ്മിനിസ്ട്രേഷനാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഈ മതനിയമങ്ങളെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കളയുന്നുണ്ട്, വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അതായത് IH ഖുറോഷി, KA നിസാമി, മുഹമ്മദ് ഹബീബ്, സതീഷ് ചന്ദ്ര തുടങ്ങിയിട്ടുള്ള ഹിസ്റ്റോറിയൻസാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു സെക്യുലർ സ്റ്റേറ്റ് തിയറി ആയിരിക്കാം ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ കേവലം ഇസ്ലാമിക ആശയങ്ങളെക്കാളും നമുക്കറിയാം പേർഷ്യൻ ആശയങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, കൊട്ടാരത്തിൽ അതിൻ്റെ ഒരു മോഡലായിട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താവാം, അതൊരു സെക്യുലർ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ സുൽത്താൻ്റെ പങ്ക് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഖലീഫ എന്നതിനേക്കാളും ഒരു പേർഷ്യൻ ചക്രവർത്തിയുടെ ഇതിന് സമാനമായിരുന്നു. അതായത് ഒരു സുൽത്താൻ എന്നതിനേക്കാളും ഒരു പേർഷ്യൻ ചക്രവർത്തിയുടെ പോലെ ആയിരുന്നു അവരുടെ മൊത്തത്തിലുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സും ഗവേണൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മതേതര രാഷ്ട്രമാവാനാണ് ചാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ വൈവിധ്യമാർന്ന തരത്തിലുള്ള മതവും ഭൂപ്രകൃതിയും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, സുൽത്താൻമാർ അവരുടെ നയങ്ങൾ പൊരുത്തപ്പെടുത്താം. അതുകൊണ്ട് തന്നെ എന്താണ്, ചേഞ്ചസ് ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. ഇതിനെതിരായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർശനമായിട്ടുള്ളൊരു അർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ രാഷ്ട്രം അല്ലെങ്കിലും സുൽത്താൻമാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഭരണത്തെ അവർ നിയമാനുസൃതമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മതത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൗണ്ടർ ആർഗ്യുമെൻ്റ് ആണ്. മറ്റേത് നമ്മൾ 4 പറഞ്ഞത് ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവറാണ്, മറ്റേത് പറയുമ്പോൾ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയും ആവാം എന്നാണ് സെക്യുലർ സ്റ്റേറ്റ് തിയറിയിൽ, അതായത് മതേതര രാഷ്ട്രമാവാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് മിലിറ്ററി സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. ഇത് ഒരു സൈനിക രാഷ്ട്രമായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ സൈനിക രാഷ്ട്രം എന്ന് പറയുന്നത് ഡിഫൻസിനും അതുപോലെ ഒരു ടോട്ടലായിട്ടൊരു സംഘടന എന്നുള്ള രീതിയിൽ മിലിറ്ററിക്ക് വളരെയധികം പങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു നമ്മുടെ ഈ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മാർഗ്ഗങ്ങളിലൂടെ, അതായത് മിലിറ്ററിയിലൂടെ രാജ്യത്തിന് ശക്തി നിലനിർത്തുന്നതിലും അതുപോലെ രാജ്യത്തെ വികസിപ്പിക്കുന്നതിലും ഗണ്യമായിട്ടുള്ളൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ്. അപ്പോൾ പീറ്റർ ജാക്സൺ ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതായത് ചിലപ്പോൾ അത് മിലിറ്ററി സ്റ്റേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഫേവറായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മംഗോളിയൻ അധിനിവേശങ്ങൾ, ഞാൻ പറഞ്ഞു ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു മംഗോളിയൻ ഭാഗത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആഭ്യന്തര കലാപങ്ങളൊക്കെ തന്നെ പ്രതിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഈ ഒരു സുൽത്താനേറ്റിൻ്റെ നയങ്ങളെ കുറച്ചുകൂടി വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരു മിലിറ്ററി സ്റ്റേറ്റ് ആയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്.
അലാവുദ്ദീൻ ഖിൽജി പോലുള്ള ഭരണാധികാരികൾ എപ്പോഴും സൈനിക ശക്തിക്കും അതുപോലെ പ്രതിരോധത്തിനുമൊക്കെയാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. അതും എന്താണ്, ഒരു ആർഗ്യുമെൻ്റാണ്. ഇതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റായിട്ട് പറയുന്നത്, ഈ ഒരു സിദ്ധാന്തം സുൽത്താനിൻ്റെ ഭരണപരവുമായിട്ടുള്ള സമ്പ്രദായങ്ങളും എന്ന് പറയുന്നത് മൊത്തമായിട്ട് ഉൾക്കൊള്ളുന്നില്ലല്ലോ. അതായത് ഡിഫൻസിന് എന്തായാലും സൈന്യം വേണം, അതും പറഞ്ഞിട്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് സൈന്യത്തിൻ്റേതാവുക എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് തിയറിയാണ്. അതായത് എല്ലാ ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും സുൽത്താൻ നേരിട്ടുള്ള നിയന്ത്രണം ചെലുത്തുന്ന ശക്തമായിട്ടുള്ളൊരു സ്വേച്ഛാധിപത്യം. അതായത് തൻ്റെ പവറിലെല്ലാം കൊണ്ടുവരാം, എല്ലാ കാര്യങ്ങളും അവരുടെ അണ്ടറിലൂടെ ആയിരിക്കും. നമ്മുടെ ഹിറ്റ്ലർ അങ്ങനെയായിരുന്നല്ലോ. അതേപോലെ ഒരു സ്വേച്ഛാധിപത്യ കേന്ദ്ര സർക്കാരിനെ കുറിച്ചിട്ടാണ് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് തിയറിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാലി, ലൈൻപോൾ, ഈശ്വരി പ്രസാദ്, മുഹമ്മദ് ഹബീബ്, KA നിസാമി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാരാണ് ഇതിനെ, അതായത് നമ്മുടെ സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് തിയറിനെ കുറച്ചുകൂടി ഫേവർ ചെയ്തിട്ട് പറയുന്നത്. ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കേന്ദ്രീകൃതവും സംഘടിതവുമായിട്ടുള്ളൊരു ഘടനയാണ്. കാരണം നമ്മുടെ റിസോഴ്സസ് ഒക്കെ തന്നെ സമാഹരിക്കുക, നിയന്ത്രിക്കുക, ഇതൊക്കെ സുൽത്താനേറ്റിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം സുൽത്താൻ്റെ അണ്ടറിലാണെന്ന് പറഞ്ഞൂടെ. അതുപോലെ സുൽത്താൻമാർ എപ്പോഴും ഡിസിപ്ലിൻ്റെ കാര്യങ്ങളിൽ മസ്റ്റായിരുന്നു. അവർക്ക് വളരെ സ്ട്രോങ്ങും അച്ചടക്കമുള്ളതായിട്ടുള്ള ഒരു സൈന്യവും കാര്യക്ഷമമായിട്ടുള്ളൊരു ബ്യൂറോക്രസിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ചിലപ്പോൾ ഒരു സെൻട്രലൈസ്ഡ്, അതായത് സ്വേച്ഛാധിപത്യമായിട്ടുള്ളൊരു കേന്ദ്ര സർക്കാർ ആയിക്കൂടെ എന്ന് പറയാം. ഇതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റിൽ പറയുന്നത് സുൽത്താനേറ്റിൻ്റെ ഈ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഭരണപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിവെച്ചിട്ടില്ലേ. അതായത് ഇങ്ങനെ സുൽത്താൻ ഇടപെടുന്നത് മൂലം പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടില്ലേ. പിന്നെ ഡൽഹി സുൽത്താനേറ്റ് മതപരമാണോ അല്ലെങ്കിൽ സൈനികമാണോ അല്ലെങ്കിൽ മറ്റു തരത്തിലാണോ എന്നൊക്കെ പറയുന്നതിൽ ഒരു ബഹുമുഖ സ്വഭാവമായിരുന്നു. നമുക്കിത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവിടെ പണ്ഡിതന്മാർക്ക് ചാൻസ് ഉണ്ടോ? ഉണ്ട്. സൈന്യത്തിന് ചാൻസ് ഉണ്ടോ? ഉണ്ട്. മതേതര രാഷ്ട്രമാണോ? യെസ്. പേർഷ്യയുടെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ അതാണ്. പക്ഷെ മതമാണോ? അതുമാണ്. ഇങ്ങനെയാണ് നമുക്ക്. അപ്പോൾ പല സമയങ്ങളിലും പലതരത്തിലുള്ള സവിശേഷതകളായിരുന്നു നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും ജനത്തിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് സുൽത്താൻമാരെ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സ്വയം ഉയർത്തി കാട്ടുകയും പലതരത്തിലുള്ള അമുസ്ലിം ജനസംഖ്യനെയൊക്കെ തന്നെ ഭരിക്കുന്നതിൻ്റെ കുറച്ച് പ്രായോഗികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുമായിട്ട് അവരുടെ ഭരണത്തെയൊക്കെ തന്നെ പൊരുത്തപ്പെടുത്താനൊക്കെ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് തിയറി അല്ല എന്നും വേണ്ടി പറയാം. ഇതാണ് ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സും കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓവറോളായിട്ട് നമുക്കിതിനകത്ത് പറയാനുള്ളത്. അവരുടെ നമ്മൾ തിയറീസ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ദി ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും, തിയറോക്രാറ്റിക് തിയറി ആണോ, സെക്യുലർ സ്റ്റേറ്റിലാണോ, അതുപോലെ മിലിറ്ററി ആണോ, സെൻട്രലൈസ്ഡ് ആണോ എന്നതിനെക്കുറിച്ചൊരു ഡിസ്കഷനാണ് നമ്മളിപ്പോൾ വെച്ചത്.